വൈപ്പിൻ കുടുംബി സേവാ സംഘം വൈപ്പിൻ മേഖല യൂണിയൻ വാർഷിക തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി TS ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. PM ശുചീന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ EL അനിൽകുമാർ, KR ജയപ്രസാദ്, MS ശ്യാംകുമാർ, PL സുധീർ, MD അരുൺ, ഗീത വേണു, സരിത ഗോപാലൻ, NS ഷാജി, PR അശോകൻ, VR കിഷോർ, TM ബാലു, PK ബോബി, വിജി സുജിത്ത്, MC സുധി, PR ശിവൻ, PV ശിവജി തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു. പുതിയ മേഖലാ യൂണിയൻ പ്രസിഡന്റായി TM ഉണ്ണിയെ തിരഞ്ഞെടുത്തു. TS ശരത് കുമാർ അവർ നമ്മുടെ വൈപ്പിൻ കരയിൽ തന്നെ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന കുടുംബി സേവാ സംഘത്തിൻ്റെ സംസ്ഥാന ഖജാൻജി ശ്രീ EL അനിൽകുമാർ അവർ, മറ്റ് വേദിയിലിരിക്കുന്ന സംസ്ഥാന നേതാക്കളെ, മേഖലാ ഭാരവാഹികളെ, ശാഖാ ഭാരവാഹികളെ, ഇവിടെ ഇന്ന് വിദ്യാർത്ഥി അവാർഡിന് അർഹരായിരിക്കുന്ന വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, കുടുംബി സേവാ സംഘം വൈപ്പിൻ മേഖലയുടെ പ്രവർത്തനം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവകാശങ്ങൾ സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പലരുടെയും കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അത് സംഘത്തിന്റെ സേവാസംഘത്തിന്റെ ശാഖയെ സംബന്ധിച്ചൊക്കെ പറയുന്നത് അത് സെക്രട്ടറി പ്രസിഡന്റിനോ ഉണ്ടല്ല, അവർ ചെയ്തു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നത് അത് മേഖല ചെയ്തു അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ അതിനുവേണ്ടി ഉണ്ടല്ലോ എന്നുള്ള കാഴ്ചപ്പാടാണ്. എനിക്ക് പറയാനുള്ളത് വൈപ്പിൻ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാഖ കുടുംബി സേവാ സംഘം സംസ്ഥാന സമുദായങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയത്തെ സന്ദർഭത്തിൽ പ്രധാനമായിട്ടും നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് പുതിയ സ്കൂൾ വാങ്ങുന്നതിനെ സംബന്ധിച്ചാണ്. അതിൻ്റെ വ്യക്തമായ വിശദീകരണം നമ്മുടെ ജനറൽ സെക്രട്ടറി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട MP IPയുടെ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും കാലം നാം സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ അദ്ദേഹം പറഞ്ഞു നീക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അതും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓരോ പ്രവർത്തനവും സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള എല്ലാവർക്കും അറിവുള്ളതാണ്. പല കാര്യങ്ങളും നാം പിന്നോക്കമാണ്. എല്ലാ മേഖലകളിലും നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ തലത്തിലാണെങ്കിലും സാമൂഹ്യ തലത്തിലാണെങ്കിലും നാം പിന്നോക്കം പോയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കുടുംബി സേവാ സംഘം സമുദായങ്ങളുടെ ഉയർച്ച ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം വളരെ അത്യാവശ്യമാണ്. ശാഖകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ശാഖാംഗങ്ങളുടെ സമുദായങ്ങളുടെ ഉയർച്ച എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും സാമൂഹിക രക്ഷാ
കൊണ്ടുവരണം. അതിനുവേണ്ടി ഓരോരുത്തരും അവരുടെ പത്ര ഉപയോഗിക്കണം. വളരെ വർഷങ്ങളായി സംവരണ കാര്യത്തിന് വേണ്ടിയിട്ട് നടന്നു വളരെയധികം സമരങ്ങൾ നമ്മൾ ചെയ്തു. 9:45 മേഖലാ പ്രസിഡന്റ് പതാക ഉയർത്തി. തുടർന്ന് കുടുംബി പ്രാർത്ഥനയോടുകൂടി യോഗം ആരംഭിച്ചു. കഴിഞ്ഞ കാലയളവിൽ മൺമറഞ്ഞുപോയ KSS സംസ്ഥാന മേഖലാ നേതാക്കളെ അനുസരിച്ച് അനുശോചനം രേഖപ്പെടുത്തി. മേഖലാ സെക്രട്ടറി ശ്രീ PM സുധീർ സ്വാഗതം ആശംസിച്ചു. മുൻ മിനിറ്റ്സ് വായിച്ച് യോഗത്തിന്റെ അംഗീകാരം നേടി. KSS വൈപ്പിൻ മേഖലാ പ്രസിഡന്റ് ശ്രീ PM ശുചീന്ദ്രൻ അധ്യക്ഷ പ്രസംഗം നടത്തി. തുടർന്ന് KSS സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KC സുരേഷ് അവർ നിലപാട് കൊടുത്ത് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. കുടുംബി സമുദായത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ പദയാത്രയെ സംബന്ധിച്ചും അതിൽ സമുദായങ്ങൾ നൽകിയ പിന്തുണയെ മുഖ്യമന്ത്രി പ്രശംസിച്ചു. തുടർന്നുള്ള സംഘടനയുടെ എല്ലാവിധ ആവശ്യങ്ങൾ ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള സഹകരണം ആവശ്യപ്പെട്ടു. വൈപ്പിൻ മേഖലയിൽ പ്രതിനിധികളെ, മഹിളാ സേവാ സംഘ പ്രവർത്തകർ, ഇവിടെ അവാർഡുകൾ ഏറ്റുവാങ്ങുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, കുടുംബി സേവാ സംഘത്തിൻ്റെ 60ാമത് സംസ്ഥാന വാർഷിക പൊതുയോഗത്തിലേക്ക് സംഘടന നടത്തുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിലൂടെ കയ്യിൽപ്പെട്ടിയ സമുദായ അംഗങ്ങളുടെ കൂടി കണക്ക് ഉൾപ്പെടുന്നതാണ് ഈ 1,87,000 എന്ന് പറയുന്ന കണക്കിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് കുടുംബി സമുദായത്തെ പോലെയുള്ള കൊച്ചു സമുദായങ്ങൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും സർക്കാർ ജോലികളിൽ നിന്നുമെല്ലാം തഴയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സ്വന്തമായി സ്ഥാപനങ്ങളില്ല. അവസ്ഥമാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ തന്നെ ഞാൻ കഴിഞ്ഞ ജനപോലിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. 944 R ശങ്കർ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി SNDPയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹം ഒരു കണക്കെടുത്തു. SNDP ഈഴവതീയ വിഭാഗങ്ങളുടെ ഒരു കണക്കെടുത്തു. എത്ര കുട്ടികളാണ് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നത്? അദ്ദേഹം എടുത്ത കണക്കിൽ 944 497 വിദ്യാർത്ഥികളാണ് ഈഴവതീയ വിഭാഗങ്ങളിൽ നിന്നും കോളേജ് വിദ്യാഭ്യാസത്തിനായി പോകുന്നതൊക്കെ കണക്കുകളിലൂടെ കണ്ടു. ഈ മഹാപ്രസ്ഥാനത്തിലെ ആരംഭമുള്ള വിഷയങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും സോഷ്യൽ മീഡിയ വളരെയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അംഗങ്ങളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് കുടുംബി സേവാ സംഘത്തിലെ പ്രവർത്തകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഹാപ്രസ്ഥാനത്തിലെ വരുന്ന വിഷയങ്ങളും ഇനി വരാൻ പോകുന്ന വിദ്യാലയത്തെ കുറിച്ചുള്ള വിഷയങ്ങളും വളരെ കുറച്ച് കാലങ്ങളായി, കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങളിൽ എത്തിക്കുന്നു. ഞാൻ വിഷയം ഇവിടെ പ്രതിപാദിക്കുന്നില്ല. കാരണം ഏതെങ്കിലും സംഘടന എടുക്കുന്ന പദയാത്ര കുറച്ച് കാലം നടത്തി. അതുകൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അത് അക്കമിട്ട് നടത്തുക എന്ന് വെച്ചാൽ അപ്രായോഗികമായി. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനം വാങ്ങിയാലുണ്ടാവുന്ന സ്ഥാപനങ്ങളുണ്ടായാൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പുരോഗമനം എന്താണെന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഏതായാലും വിശദമായിട്ട് കുറച്ചൊക്കെ ആഴമായിട്ട് നിങ്ങളുടെ മനസ്സിലും ചെവിയിലും കൃത്യമായിട്ട് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രസംഗങ്ങളിലും സംഘാടകരുടെ ഒരു പ്രധാന വിഷയം പൊയ്യ വിദ്യാലയത്തെ കുറിച്ച് തന്നെയാണ്.